ഇപ്പോൾ ഞങ്ങൾ ആക്രമിക്കും, ഏത് നിമിഷം നിങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊടുന്ന ട്രംപ് ഇനി ഇറാൻ നേരെ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയും അതുപോലെ ട്രംപുമൊക്കെ ഇറാന് നേരെ ഒരു ആക്രമണത്തിന് എന്നാലും മുതിരില്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പോൾ വിലയിരുത്തുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ നാശനഷ്ടങ്ങളുടെ തോത് തന്നെ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും വളരെ കടുത്തത് കൂടിയായിരിക്കും. അമേരിക്കയുടെ പ്രസ്റ്റീജ് കപ്പലായ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കൻ നിമിഷങ്ങൾക്ക് തന്നെ കടലിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ചാമ്പലാകുന്ന അവസ്ഥ കൂടി ഉണ്ടാവുകയും ചെയ്യും. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം വെന്ത് വെണ്ണീറാകുന്ന നിലയിലേക്ക് അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട, എല്ലാവർക്കും അത് ഉറപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വലിയ തിരിച്ചടി ഉണ്ടാകാതെ എങ്ങനെ ഇറാനെ കടിഞ്ഞാണിട്ട് പൂട്ടാം എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ട്രംപ് അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നുകൊണ്ട് തന്നെ ഈ യുദ്ധക്കപ്പൽ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ അത് സങ്കീർണമായ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കയ്ക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട്, ഉറപ്പുമുണ്ട്. പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ അനുമതിയോടുകൂടി അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനും സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധക്കപ്പൽ ഇങ്ങനെ കുറച്ച് ദിവസം കൂടി അവിടെ നിലനിർത്തി, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി അവിടെ നിർത്തിക്കൊണ്ട് വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ നടത്തി ഒടുവിൽ ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് വരുതിയിലേക്ക് കൊണ്ടുവന്ന് തടി രക്ഷിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിച്ച് തിരിച്ചു പോകാമെന്നാണ് അമേരിക്ക കരുതുന്നതെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ ആ വിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്കയിലേക്ക് തള്ളിവിടാൻ പാകത്തുള്ള ഒരു സ്ഫോടനാത്മകമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതും ട്രംപിന്റെ തന്നെ പ്രഖ്യാപനമാണ്. മറ്റൊരു വലിയ പടക്കപ്പലുകൾ കൂടി, അതായത് ഒന്നോ രണ്ടോ അതിലധികമോ പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ കൂടി അമേരിക്ക പറഞ്ഞു വിടുകയാണ് ഇറാൻ നേരെ എന്നുള്ളതാണ്. അതായത് ഇറാൻ നേരെ വീണ്ടും വലിയ പടക്കോപ്പുകളുള്ള യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നു എന്നുള്ളതും പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കൂ, ഇത് CNBC അടക്കമുള്ള പല മാധ്യമങ്ങളും, സ്കൈ ന്യൂസ്, അതുപോലെ CNBC തുടങ്ങിയ നിരവധി മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ ഈ വാർത്ത വലിയ തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ വാർത്ത ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നുമുണ്ട്. ഇത് പൊളിറ്റിക്കോ എന്ന് പറയുന്നൊരു ചാനലിൽ നിന്നുള്ള വാർത്തയാണ്, ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വാർത്ത കൂടിയാണത്. ട്രംപ് ത്രട്ടൻസ് ഇറാൻ വിത്ത് മാസീവ് അർമഡ ഏബിൾ ടു റാപ്പിഡ്ലി ഫുൾഫിൽ ഇറ്റ്സ് മിഷൻ വിത്ത് സ്പീഡ് ഓൺ വയലൻസ് എന്നാണ്. അതായത് അതിവേഗത്തിൽ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് മടങ്ങാൻ സാധിക്കുന്ന പടക്കോപ്പുകൾ അല്ലെങ്കിൽ പടക്കപ്പലുകൾ, യുദ്ധക്കപ്പലുകളെല്ലാം വരികയാണ്. വൈകിട്ട് പ്രസിദ്ധീകരിച്ച, അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് പ്രസിദ്ധീകരിച്ച, ഏതാണ്ട് ഇന്ത്യൻ സമയം വൈകുന്നേരങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കൂടിയാണിത്. ഇതുപോലെ തന്നെ നിരവധി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുമുണ്ട്. CNBCയിലുള്ള ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്ത് പറയുന്നത് ട്രംപ് വാണ്ട്സ് ഇറാൻ ദ ആർമഡൈസ് ഹെഡിങ് വേ ആൻഡ് ദ റീ എൻറ്റർ ന്യൂക്ലിയർ ഡീൽ ഓർ എൽസ് എന്നാണ്. അതായത് ന്യൂക്ലിയർ ഡീലിന്, ആണവ കരാറിന് തയ്യാറല്ലെങ്കിൽ ഒരു അർമഡ കൂടി വരുന്നുണ്ട്. ഈ അർമഡ എന്ന വാക്ക് ട്രംപ് ഉപയോഗിച്ചത് ആദ്യത്തെ USS എബ്രഹാം ലിങ്കൻ പോയ സമയത്ത് കൂടിയാണ്. ഒരെണ്ണം കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് തന്നെയാണ്, അതിശക്തമുള്ള അല്ലെങ്കിൽ അതിശക്തിയുള്ള ഒരു ആക്രമണം ഇറാന് നേരെ ഇനി ഉണ്ടാകുമെന്ന് ട്രംപ് വീണ്ടും പറയുന്നു എന്നുള്ളത്. അതായത് അതിവേഗത്തിൽ വയലൻസോടുകൂടി, അക്രമ സാധ്യതയോടുകൂടിയുള്ള ഒരു അതിഭീകര ഓപ്പറേഷൻ ഇറാന് നേരെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് USS എബ്രഹാം ലിങ്കൻ അവിടെ വന്ന് കുറച്ച് ദിവസമായി കിടക്കുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള കപ്പലുകൾ വീണ്ടും വരും. അതെല്ലാം കൂടി ചേർന്ന് മറുവശത്ത് മൗറീഷ്യസ് ദ്വീപിൽ നിന്നും അവിടെ മുമ്പ് ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി 2 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ കൂടി വരികയും ചെയ്യുമെന്ന നിലയിലേക്ക് ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അമേരിക്ക പൊട്ടം കളിക്കുകയല്ല, മറിച്ച് ഇറാന്റെ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കുന്ന വിധത്തിൽ സന്നാഹങ്ങൾ മുഴുവൻ സജ്ജീകരിച്ച് ഒറ്റയടിക്ക് ഇറാനെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം നിശ്ചലമാക്കി ഇറാനെ വരിഞ്ഞു കെട്ടണമെന്നാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളെന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക പറയുന്നു ഇറാൻ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നുവെന്ന്, ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകുന്നുവെന്ന്, ചർച്ചയിലേക്ക് പോകാമെന്ന നിലയ്ക്ക് ട്രംപ് ഒരു മൈൽഡായ സമീപനം കഴിഞ്ഞ ദിവസം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം നേരെ തിരികുകയും ചെയ്തു. വരികയാണ്, ഞങ്ങൾ ഇപ്പോൾ തീർക്കുമെന്ന മട്ടിലേക്ക് പുതിയ വാർത്തകൾ വരുന്നു. ഇപ്പോഴാ നിങ്ങൾ കാണാൻ പോകുന്നത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത കൂടിയാണ്. മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ ദിവസം 8:10 കൂടി വന്നിട്ടുള്ള വാർത്തയാണ്. ഇറാന് നേരെ വളരെ രൂക്ഷമായ ആക്രമണം നടത്തിയേക്കുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് പറയുന്നത്. ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അടുത്ത ആക്രമണം വളരെ രൂക്ഷമായിരിക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൻ നയിക്കുന്ന അമേരിക്കയുടെ വലിയ നാവികപ്പട
ഇതെല്ലാം മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ വലിയ ആക്രമണങ്ങൾ അവിടേക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ USS എബ്രഹാം ലിങ്കൺ തന്നെ വീണ്ടും ഇറാനിലേക്ക് നീങ്ങുന്നു എന്നാണോ, അതോ കൂടുതൽ അർമ്മടകൾ വരുന്നുണ്ട് എന്നാണോ ട്രംപ് ഉദ്ദേശിക്കുന്നതിൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും കൂടുതൽ പടക്കപ്പലുകൾ അയക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അമേരിക്കയുടെ കയ്യിൽ വലിയ പടക്കപ്പലുകളുണ്ട്, വലിയ പടക്കോപ്പുകളെല്ലാം ഉണ്ട്. ഏത് നിമിഷവും ഇറാനെ അടിക്കാൻ തയ്യാറായി അവർ നിൽക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ട്രംപിൻ്റെ വാക്കുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, ട്രംപ് അങ്ങനെയെങ്കിൽ യുദ്ധം നടക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ, അതായത് എങ്ങനെയെങ്കിലും എന്ന് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു കരാറിലേക്ക് വന്നില്ലെങ്കിൽ അപ്പോൾ ഇത്രയും നാൾ കരാറൊന്നും വേണ്ട, ഇറാനെ അടിച്ചിട്ട് തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് അതിനു വേണ്ടിയിട്ടാണ് ഈ കണ്ട സന്നാഹങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ദാ ഇപ്പോൾ പറയുന്നു കരാറാകാം, കരാറിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ വരൂ എന്നുള്ള ഒരു അപേക്ഷ കൂടിയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അതായത് അത്ര വലിയ ആക്രമണം നടത്തും, ഇപ്പോൾ ഇറാനെ തീർത്ത് കളയും, ഇനി ഇറാൻ ഭൂലോകത്തെ ഉണ്ടാകില്ല, ഇറാനെ അടിച്ചമർത്തും, ഇനി ഇറാൻ എന്നൊരു രാജ്യമേ ഉണ്ടാകില്ല എന്നൊക്കെ വലിയ തരത്തിൽ ബിംബ് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വാ നമുക്ക് കരാർ ഉണ്ടാക്കാം എന്ന തരത്തിലാണ്. കൂടുതൽ സന്നാഹങ്ങൾ വരുന്നുവെന്നും അത് വലിയ സ്പീഡിൽ അതിവേഗത്തിൽ കൂടുതൽ തീവ്രതയോടുകൂടിയൊക്കെ ആക്രമിക്കുമെന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതിനൊക്കെ മുന്നോടിയായിട്ട് ട്രംപ് ഒരു വാക്കുകൂടി വെക്കുന്നുണ്ട്. കരാറിൽ ഒപ്പിടാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് ഒപ്പിട്ടാൽ നല്ലതാണ്, പിന്നെ നമുക്ക് യുദ്ധമൊന്നും വേണ്ട എന്ന നിലയിലേക്ക് വരെ ഇപ്പോൾ ഇതാ ട്രംപ് കടന്നിരിക്കുന്നത്. അതായത് ട്രംപിന് ഏതാണ്ട് മടുത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെ മടുത്ത സാഹചര്യത്തിൽ അത് തുറന്നു പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധാന്തരീക്ഷം തന്നെ ഇല്ലാതാക്കി പിന്മാറാനുള്ള കാര്യങ്ങളാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഈഗോ വെച്ചിട്ട് ട്രംപിന് അത് വിട്ടുകൊടുക്കാൻ, അതായത് ഇറാനുമായി എന്തെങ്കിലും തരത്തിൽ അങ്ങോട്ട് പോയി സന്ധി ചെയ്ത് ലോകം അറിയുന്നത് ട്രംപിന് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് ട്രംപ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ വെല്ലുവിളിയുടെ ഭാഷയിൽ വലിയ തോതിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ ഞാനിപ്പോൾ തീർത്ത് കളയും, നിങ്ങളെ ഞാനിപ്പോൾ കൊന്നുകളയും, തകർത്ത് കളയും, ഇനി നിങ്ങൾ ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒടുവിലവർ വന്ന് സറണ്ടർ ചെയ്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതെന്തായാലും ലോകരാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, അവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. വിരട്ടലും അല്ലെങ്കിൽ വിലവേശലൊന്നും ഇമാതിരി ഭീഷണികളൊന്നും ഒക്കെ ട്രംപെ നീ ഇനി കയ്യിൽ വെച്ചാൽ മതിയെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴും ഇറാൻ പറയുന്നത് ഇങ്ങോട്ട് എത്ര സന്നാഹങ്ങളുമായി വന്നാലും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും തന്നെയാണ്. അതിനിടയിലേക്ക് ട്രംപ് വീണ്ടും ഇനിയും ആക്രമണം ഉണ്ടാകും, അടുത്ത ആക്രമണം അതിരൂക്ഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ പരാമർശങ്ങളെല്ലാം വരുന്നതെങ്കിലും അത് എത്രത്തോളം നടപ്പിലാക്കും അല്ലെങ്കിൽ എത്രത്തോളം നടപ്പാകും, അതൊക്കെ എങ്ങനെ പ്രായോഗത്തിലേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ സംശയം ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് തന്നെയുണ്ട്. അടുത്ത ആക്രമണം രൂക്ഷമായിരിക്കും, കൂടുതൽ പടക്കപ്പലുകളെല്ലാം വരുന്നു. ഇപ്പോൾ ഇതാ ഇറാൻ്റെ കട്ടപ്പോകുകയായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ ഇനി മണ്ണോട് മണ്ണടിഞ്ഞു പോകുന്ന മട്ടിലൊക്കെ വീണ്ടും ട്രംപ് ഈ പ്രതീതി സൃഷ്ടിക്കുന്നത് തന്നെ പശ്ചിമേഷ്യയെ ആശങ്കയിലേക്ക് തള്ളിവിടാനും അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇറാനിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു വെടിനിർത്തലിലേക്ക് പോകാനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ട്രംപ് വലിയ വെല്ലുവിളികൾ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പോയി പണി നോക്കണേ എന്ന മട്ടിൽ പ്രതികരിക്കുന്നുമുണ്ട്. ഇനി ട്രംപിൻ്റെ അടുത്ത നടപടി അത് യുദ്ധത്തിലേക്കാണോ എന്നുള്ള ഒറ്റ ചോദ്യമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ ആകില്ല എന്ന് പറയുമ്പോൾ തന്നെയും ട്രംപ് ആയതുകൊണ്ട് ചിലപ്പോൾ എങ്ങനെ വേണോ ആകാമെന്നും നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ട്രംപ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കരാറുമായും ഇല്ല, അതായത് ഇറാനുമായി ഒരു കരാറിനും ഞങ്ങളില്ല, ഉറപ്പായും അടിച്ചിരിക്കും, ഇനി അടിച്ചിട്ടേ പോകൂ എന്ന തരത്തിലാണ് ട്രംപ് പറഞ്ഞുകൊണ്ടത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അടിക്കും, അതുകൊണ്ട് വേഗം വന്ന് കരാർ ഒപ്പിട്ടോ എന്ന തരത്തിലേക്കുള്ള സമ്മർദ്ദം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇങ്ങനെ വിടുവായത്തം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറാനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല, അങ്ങനെ തൊട്ടാൽ അത് ട്രംപിന് നല്ല മികച്ച പണിയായിരിക്കും കിട്ടുക എന്ന് ട്രംപിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടായില്ല വെടി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പണി എന്നത്.